Hi, hello everyone. Welcome back to Shruthis Pharma World. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ദ ഹെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണെങ്കിലും ആനിമൽസിൻ്റെ കേസിലാണെങ്കിലും നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എസെൻഷ്യൽ കമോഡിറ്റി ആക്ട് 1955 പ്രകാരം ഡ്രഗ്സിനെ എസെൻഷ്യൽ കമോഡിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ അത്യാവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രഗ്സിന് തെറാപ്യൂട്ടിക് എഫക്റ്റ് മാത്രമല്ല ഉള്ളത്, അതിന് സൈഡ് എഫക്ട്സും ഉണ്ട്. അതായത് അത് കൃത്യമല്ലാത്ത അളവിൽ ആളുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ ഹാനികരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിൽ ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്താണെങ്കിലും സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകളിൽ മാത്രമായിരിക്കണം അത് ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു ലൈസൻസ് മുഖേന ആക്കിയത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ഒക്കെ നിലവിൽ വന്നതിന് ശേഷമാണ്. ആക്ച്വലി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 നിലവിൽ വന്നിട്ടുള്ളത്. റൂൾസ് എന്ന് പറയുമ്പോൾ 1945. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്? അതിപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കിട്ടിയില്ലേ? ഡ്രഗ്സിൻ്റെ മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതൊരു ലൈസൻസ് മുഖേന മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 1940 ഏപ്രിൽ 10 ഈ ഒരു ആക്ട് പാസ്സായിട്ടുള്ളത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ നമ്മൾ പറഞ്ഞു 1945 ആണ്. ആക്ട് ആണെങ്കിലോ 1940. ഇനി ഈ ഒരു നിയമം വന്നതിന് ശേഷം, ഈ ഒരു ആക്ട് നടപ്പിലാക്കിയതിന് ശേഷം അതിനകത്ത് ധാരാളം അമെൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 1960, 62, 64, 1972, 82, 82, 86, 1995, 2008, 2011, 2017, 2018, 2020. അപ്പം ഏതൊക്കെയായിരുന്നു മേജർ അമെൻമെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. ഈ വർഷങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് 1982 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം എന്തുകൊണ്ടാണെന്ന്. ഇനി മെഡിക്കൽ ഡിവൈസസ് റൂൾസ് 2017, 2017 വന്നിട്ടുള്ളത്. 2017 ജനുവരി 31 മെഡിക്കൽ ഡിവൈസ് റൂൾ വന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ 1945 എന്നുള്ളതുണ്ടല്ലോ, അതിനകത്ത് നിന്ന് കോസ്മെറ്റിക് റൂൾ മാത്രം പുറത്തേക്ക് എടുത്തു, അത് സ്പ്ലിറ്റ് ചെയ്തു. കോസ്മെറ്റിക് റൂൾ 2020 എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനകത്തൊരു അമെൻമെൻറ്റ് വന്നു, അതിനകത്തൊരു ഭേദഗതി വന്നു. അപ്പോൾ കോസ്മെറ്റിക് റൂൾ എപ്പോഴാണ്? 2020 ഡിസംബർ 15 കോസ്മെറ്റിക് റൂൾസ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 ഒബ്ജക്റ്റീവ്സ്: ടു റെഗുലേറ്റ് ദ ഇമ്പോർട്ട്, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഡ്രഗ്സ് ത്രൂ ലൈസൻസിങ് ആൻഡ് വേരിയസ് അതർ കൺട്രോൾസ്. ടു റെഗുലേറ്റ് ദ ഇമ്പോർട്ട്, മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ഓഫ് ഡ്രഗ്സ് ത്രൂ ലൈസൻസിങ് ആൻഡ് വേരിയസ് അതർ കൺട്രോൾസ്. ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട്, മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന നിലവാരത്തിലോട്ട് വന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നിലവിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കൺട്രോൾ അതോറിറ്റീസും സെൻട്രൽ കൺട്രോൾ അതോറിറ്റീസും ഒക്കെ നിലവിൽ വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് കൃത്യമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. To regulate Ayurvedic, Siddha, Unani drugs, to regulate homeo drugs, to prevent standard drugs, misbranded drugs, adulterated drugs and spurious drugs, to regulate cosmetics, to establish
ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ആൻഡ് ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആയുർവേദിക് സിദ്ധ യുനാനി ഡ്രഗ്സ് റെഗുലേറ്റ് ചെയ്യുക, ഹോമിയോ ഡ്രഗ്സ് റെഗുലേറ്റ് ചെയ്യുക, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ്, അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, സ്പ്യൂരിയസ് ഡ്രഗ്സ് ഇവ കൺട്രോൾ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, കോസ്മെറ്റിക്സ് റെഗുലേറ്റ് ചെയ്യുക, ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയും എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഫോം ചെയ്തിട്ടുള്ള അതോറിറ്റേറ്റീവ് ഏജൻസീസാണ്. ഇവരാണ് ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്വൈസൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആളുകളാണ് ഈ DTAB, DCC എന്നൊക്കെ പറയുന്ന ഏജൻസീസ്. അപ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട്, മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലൈസൻസ് മുഖേന ആക്കുകയും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വേരിയസ് കമ്മിറ്റീസിനെയും കൺട്രോളിംഗ് അതോറിറ്റീസിനെയും ഒക്കെ നിയമിക്കുകയും ചെയ്തു. ആയുർവേദിക് സിദ്ധ യുനാനി ഡ്രഗ്സ് റെഗുലേറ്റ് ചെയ്യുകയും ഹോമിയോ ഡ്രഗ്സ് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്തു. അഡൾട്രേറ്റഡ്, സ്പ്യൂരിയസ്, മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് കൺട്രോൾ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. കോസ്മെറ്റിക്സ് റെഗുലേറ്റ് ചെയ്യുക, DTAB ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതൊക്കെയാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത്, ആക്ടിൻ്റെ കാര്യമാണ് പറയുന്നത്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് പ്രധാനമായും 5 ചാപ്റ്റേഴ്സും 2 ഷെഡ്യൂൾസുമാണുള്ളത്. ഓർക്കുക, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 അതാണ് ഞാൻ പറയുന്നത്. ആക്ടിനകത്ത് 5 ചാപ്റ്റർ 2 ഷെഡ്യൂൾസ് ആണുള്ളത്. റൂൾസിനകത്ത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 38 റൂൾസ് ആണുള്ളത്. 38 റൂൾസും 12 അപ്പൻഡിക്സും ആണുള്ളത്. ഓക്കെ, അപ്പം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ 19 പാർട്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസിനെ 19 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് 38 ഷെഡ്യൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, 12 അപ്പൻഡിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് 5 ചാപ്റ്ററിനെ കുറിച്ചും 2 ഷെഡ്യൂൾസിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി ഈ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്, സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അങ്ങനെയുള്ള അതോറിറ്റേറ്റീവ് ഏജൻസീസിനെ കുറിച്ചാണ് ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 3 എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സിനെ കുറിച്ച്. ചാപ്റ്റർ 4 എന്ന് പറയുമ്പോൾ മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. ചാപ്റ്റർ 3 ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്, ചാപ്റ്റർ 4 മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. ഇനി ചാപ്റ്റർ 4A, ചാപ്റ്റർ 4A പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ആയുർവേദ, സിദ്ധ, യുനാനി ഡ്രഗ്സ്. ചാപ്റ്റർ 4A ആണ്. 4A പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ആയുർവേദിക്, സിദ്ധ ആൻഡ് യുനാനി ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ 5 മൈസലേനിയസ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കത് 6 ചാപ്റ്റേഴ്സ് എന്ന് പറയാം, പക്ഷെ 4ൻ്റെ ഒരു സബ്ഡിവിഷൻ ആയതുകൊണ്ട് അതൊരു സിംഗിൾ ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ടോട്ടൽ ആക്ടിനകത്ത് 5 ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ടറി, ചാപ്റ്റർ 2 DTAB, CDL, DCC, ചാപ്റ്റർ 3 ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്, ചാപ്റ്റർ 4 മാനുഫാക്ചർ, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. ചാപ്റ്റർ 4A ആണെന്നുണ്ടെങ്കിൽ അവിടെ ആയുർവേദിക്, സിദ്ധ, യുനാനി ഡ്രഗ്സിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ 5 മൈസലേനിയസ്. ഈ ആക്ടിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള 2 ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ബുക്സ് അണ്ടർ ആയുർവേദിക്, സിദ്ധ, യുനാനി സിസ്റ്റം. ആയുർവേദിക്, സിദ്ധ, യുനാനി സിസ്റ്റത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബുക്സിനെ കുറിച്ച്, അതോറിറ്റേറ്റീവ് ബുക്സിനെ കുറിച്ചാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടഡ് ഡ്രഗ്സിൻ്റെയോ സെയിൽ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒക്കെ ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഡ്രഗ്സിൻ്റെയോ ഒക്കെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊക്കെയാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം
ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റിൽ ഷെഡ്യൂൾസ് ടു ദ ആക്റ്റിൽ പ്രധാനമായും 2 ഷെഡ്യൂൾസാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂളിൽ ആയുർവേദിക് സിദ്ധ യുനാനി സിസ്റ്റംസ് ഓഫ് ബുക്സിനെ കുറിച്ചും സെക്കൻഡ് ഷെഡ്യൂളിൽ ഇമ്പോർട്ടഡ് ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആ ഡ്രഗ്സിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് കാണാം. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ഇവിടെ കാണാം. ഇതിനകത്ത് 1982 വന്നിട്ടുള്ള അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഷെഡ്യൂൾ EIL ഡിലീറ്റ് ചെയ്തു, ഷെഡ്യൂൾ GH റിവൈസ് ചെയ്തു, ഷെഡ്യൂൾ X ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് 1982 നടന്നിട്ടുള്ളത്. ഷെഡ്യൂൾ EIL ഡിലീറ്റ് ചെയ്തു, ഷെഡ്യൂൾ GH റിവൈസ് ചെയ്തു, ഷെഡ്യൂൾ X ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1988 ഷെഡ്യൂൾ Mഉം ഷെഡ്യൂൾ Yയും ഇൻകോർപ്പറേറ്റ് ചെയ്തു. 1988 ഷെഡ്യൂൾ M ആൻഡ് ഷെഡ്യൂൾ Y, ഷെഡ്യൂൾ M എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദറ്റ് ഈസ് റിലേറ്റഡ് ടു GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. ഷെഡ്യൂൾ Y ആണെങ്കിലോ ഷെഡ്യൂൾ Y ക്ലിനിക്കൽ ട്രയലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഷെഡ്യൂൾ M ആൻഡ് ഷെഡ്യൂൾ Y ഇൻകോർപ്പറേറ്റ് ചെയ്തത് 1988 2020 ഷെഡ്യൂൾ T. ഷെഡ്യൂൾ T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആയുർവേദിക് സിദ്ധ യുനാനി മെഡിസിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെഡ്യൂളാണ്. അപ്പോൾ ഷെഡ്യൂൾ T ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2000 ഷെഡ്യൂൾ HX, അതായത് ആൻറ്റിബയോട്ടിക്സിൻ്റെയും മറ്റു ഡ്രഗ്സിൻ്റെയൊക്കെ മിസ്യൂസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് വന്നിട്ടുള്ളതാണ് ഷെഡ്യൂൾ H ആൻഡ് X. ഷെഡ്യൂൾ H ആൻഡ് X ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2011 2020 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ 1945, അത് ഡ്രഗ് റൂൾ 1945ഉം കോസ്മെറ്റിക്സ് റൂൾ 2020യുമായി മാറി. 2020 എന്ത് മാറ്റം വന്നിട്ടുള്ളത്? അതുവരെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾ 1945 ആയിരുന്നു, അത് ഡ്രഗ് റൂളെന്നും കോസ്മെറ്റിക് റൂളെന്നും സെപ്പറേറ്റഡ് ആയി മാറി. ഡ്രഗ് റൂൾ 1945ഉം കോസ്മെറ്റിക് റൂൾ 2020യുമായി മാറി. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ഡ്രഗ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ മെഡിസിൻസ് ഫോർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഓർ ആനിമൽസ് ആൻഡ് സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ or in the diagnosis, treatment, mitigation or prevention of any disease or disorder in human beings or animals, including preparations applied on human body for the purpose of repelling insects like mosquitoes. ഞാൻ ഡ്രഗിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ആനിമൽസിനാണെങ്കിലും ഹ്യൂമൻ ബീയിങ്സിനാണെങ്കിലും എന്തെങ്കിലും ഒരു ഡിസീസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട്, അത് ഡയഗ്നോസ് ചെയ്യുന്നതിനോ ട്രീറ്റ് ചെയ്യുന്നതിനോ പ്രിവെൻറ്റ് ചെയ്യുന്നതിനോ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ്, അത് ചിലപ്പോൾ ഇൻറ്റേർണൽ ആയിരിക്കാം എക്സ്റ്റേർണൽ ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇൻറ്റേർണലി അല്ലെങ്കിൽ എക്സ്റ്റേർണലി യൂസ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസിനെയും ഡ്രഗ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ മോസ്കിറ്റോ റിപ്പൽ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഉണ്ടല്ലോ, അതും ഡ്രഗ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടും. ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. ദ സബ്സ്റ്റൻസസ് അതർ ദാൻ ഫുഡ് വിച്ച് മേ അഫക്റ്റ് ദ സ്ട്രക്ചർ ഓർ എനി ഫങ്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി ഓർ യൂസ്ഡ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻസെക്ട്സ് ഓർ വെർമിൻ which cause disease in human beings or animals as specified from time to time by the central government by notification in the official gazette. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്, ഫുഡല്ലാത്ത രീതിയിലുള്ള മറ്റ് സബ്സ്റ്റൻസസ്, അതിനെ ഡ്രഗ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ഇൻസെക്ട്സ്, വെർമിൻ, അതൊക്കെ നമുക്ക് ആനിമൽസിന് എല്ലാവർക്കും ചില സമയങ്ങളിൽ ഡിസീസ് ഉണ്ടാക്കാറുണ്ട്. അത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അത് സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസെക്ട്സിനെ, വെർമിൻസിനെയൊക്കെ കില്ല് ചെയ്യാനായിട്ട്, ഡിസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസും ഡ്രഗ്സാണ്. സബ്സ്റ്റൻസസ് യൂസ്ഡ് ആസ്
Components of drug including empty gelatin capsule. empty gelatin capsule എന്ന് പറയുന്നത് ഡ്രഗ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ്, the devices used for internal or external use in the diagnosis, treatment, mitigation or prevention of disease or disorder in human beings or animals, as may be specified from time to time by the central government by notification in the official gazette after consultation with DTAB. ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുമായി കൺസൾട്ട് ചെയ്ത ശേഷം സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ചില ഡിവൈസസ്, അത് ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ യൂസിന് യൂസ് ചെയ്യുന്നതായിരിക്കാം. അത് ചിലപ്പോൾ ഏതുമായിരിക്കാം. ചിലപ്പോൾ ഇൻറ്റേർണൽ പർപ്പസ് ആയിരിക്കാം, എക്സ്റ്റേർണൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആയിരിക്കാം. ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്ന പർപ്പസിനായിട്ടോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ്, അതും ഡ്രഗ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ചില ഡിസീസസ് ഡയഗ്നോസ് ചെയ്യുന്നതിനായിട്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട്, ക്യൂർ ചെയ്യുന്നതിനായിട്ടൊക്കെ ചില ഡിവൈസസ് യൂസ് ചെയ്യാറുണ്ട്. എക്സ്റ്റേർണലിയും യൂസ് ചെയ്യാറുണ്ട്, ഇൻറ്റേർണലിയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനോ ക്യൂർ ചെയ്യുന്നതിനോ ഡയഗ്നോസ് ചെയ്യുന്ന പർപ്പസിനൊക്കെ ആയിട്ട് ഇൻറ്റേർണലി അല്ലെങ്കിൽ എക്സ്റ്റേർണലി യൂസ് ചെയ്യുന്ന ഡിവൈസസ്, അത് സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിൻ്റെയൊക്കെ അഡ്വൈസൊക്കെ എടുത്തതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് അത് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഡ്രഗ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് കോസ്മെറ്റിക്കിൻ്റെ ഡെഫിനിഷനാണ്. കോസ്മെറ്റിക് മീൻസ് എനി ആർട്ടിക്കിൾ ഇൻറ്റൻഡഡ് ടു ബി സ്പ്രേഡ്, poured, rubbed, sprinkled on or introduced into or applied to the human body or its any part for cleansing, beautifying, promoting attractiveness or altering the appearance. It also include any article intended for use as a component of cosmetic. Cosmetics എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ബോഡി പാർട്സ് ക്ലെൻസ് ചെയ്യുന്നതിനോ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിനോ നമ്മളിൽ അട്രാക്റ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ അപ്പിയറൻസ് ആൾട്ടർ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ്, അത് ചിലപ്പോൾ സ്പ്രേ ആയിട്ടായിരിക്കാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോർ ചെയ്യായിരിക്കാം, ചിലപ്പോൾ റബ്ബ് ചെയ്യായിരിക്കാം, ചിലപ്പോൾ സ്പ്രിങ്കിൾ ചെയ്യായിരിക്കാം. അങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ അട്രാക്റ്റീവ്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ആൾട്ടർ ചെയ്യുന്ന, നമ്മുടെ അപ്പിയറൻസ് ആൾട്ടർ ചെയ്യുന്ന പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസിനെയാണ് കോസ്മെറ്റിക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആയുർവേദിക്, സിദ്ധ, യുനാനി ഡ്രഗ്സ്. ആയുർവേദിക്, സിദ്ധ, യുനാനി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ thus include all medicines used for internal or external purposes or used in the diagnosis, treatment, mitigation or prevention of disease or disorder in human beings or animals, and manufactured exclusively in accordance with the formula specified in the authoritative books of Ayurveda, Siddha, Unani systems of medicines specified in the first schedule to the Drugs and Cosmetics Act 1940. Drugs and Cosmetics Act 1940 ഫസ്റ്റ് ഷെഡ്യൂളിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അതോറിറ്റേറ്റീവ് ബുക്സ്, ആയുർവേദിക്, സിദ്ധ, യുനാനി സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റേറ്റീവ് ബുക്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫോർമുല അനുസരിച്ച് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഡ്രഗ്സ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്സിനോ ആനിമൽസിനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്ന പർപ്പസിന്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, മിറ്റിഗേഷന് വേണ്ടിയിട്ട്, അത് പ്രിവെൻറ്റ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ്സിനെയാണ് ആയുർവേദിക്, സിദ്ധ, യുനാനി ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡ്രഗ്സ് നമ്മൾ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതും ആവാം. അപ്പോൾ അങ്ങനെ ആയുർവേദിക്, സിദ്ധ, യുനാനി സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള അതോറിറ്റേറ്റീവ് ബുക്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫോർമുല അനുസരിച്ച് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഡ്രഗ്സ്, അതാണ് ആയുർവേദിക്, സിദ്ധ, യുനാനി ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിസ് ബ്രാൻഡഡ്, അഡൾട്രേറ്റഡ്, സ്പ്യൂരിയസ് ഡ്രഗ്സിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ആണ്. ഇത് ഞാനൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ അത് നോക്കി പഠിക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മിസ് ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് മാനറിലല്ലാതെ ലാബിൽ ചെയ്തു വരുന്ന ഡ്രഗ്സ് മിസ് ബ്രാൻഡഡ് ആണ്. പ്രിസ്ക്രൈബ്ഡ് മാനറിലല്ലാതെ ലാബിൽ ചെയ്തു വരുന്ന ഡ്രഗ്സ് മിസ് ബ്രാൻഡഡ് ആണ്.
ഒറിജിനലി ഉള്ള തെറാപ്യൂട്ടിക് വാല്യൂവിനേക്കാൾ കൂടുതൽ തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടെന്ന് കാണിക്കാനായി കളർ ചെയ്യുകയോ കോട്ട് ചെയ്യുകയോ പൗഡർ ചെയ്യുകയോ പോളിഷ് ചെയ്യുകയോ ആയിട്ട് ഡാമേജസ് എല്ലാം കൺസീൽ ചെയ്ത് വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് മിസ് ബ്രാൻഡഡ് ആണ്. കണ്ടെയ്നറിൻ്റെ മേലെയോ കണ്ടെയ്നറിൻ്റെ ലാബലിലോ കണ്ടെയ്നറിനകത്തോ എന്തെങ്കിലും മിസ്ലീഡിങ് ഇൻഫോർമേഷൻസ് ഉള്ള ഡിസൈനോ ഡിവൈസോ ഒക്കെ വെച്ച് വരുന്ന പ്രൊഡക്റ്റ് മിസ് ബ്രാൻഡഡ് ആണ്. മിസ്ലീഡിങ് ഇൻഫോർമേഷൻസ് കണ്ടെയ്നറിനോടൊപ്പമോ ലാബലിലോ കണ്ടെയ്നറിനകത്തോ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ്സ് മിസ് ബ്രാൻഡഡ് ആണ്. ഇനി അഡൾട്രേറ്റഡ് ഡ്രഗിൻ്റെ ഡെഫിനിഷനാണ് നോക്കുന്നത്. അഡൾട്രേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് മുഴുവനായോ ഭാഗികമായോ ഫിൽത്തി, പുട്രിഡ്, ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ്സ് അഡൾട്രേറ്റഡ് ആണ്. പുവർ സാനിറ്ററി കണ്ടീഷൻസിലാണ് ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് ഇൻഡിവിജ്വൽസിനെ, ഹ്യൂമൻ ബീയിങ്സിനെ ഹാനികരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അത് അഡൾട്രേറ്റഡ് ആണ്. കണ്ടെയ്നറിനകത്ത് മുഴുവനായോ ഭാഗികമായോ പോയിസണസ് സബ്സ്റ്റൻസസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആണ്. പ്രിസ്ക്രൈബ്ഡ് കളറിലല്ലാതെ വരുന്ന ഡ്രഗ്സ് അഡൾട്രേറ്റഡ് ആണ്. മിസ് ബ്രാൻഡഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് പ്രിസ്ക്രൈബ്ഡ് മാനറിലല്ലാതെ ലാബിൽ ചെയ്യുന്ന വരുന്ന ഡ്രഗ്സ് എന്നാണ്. അഡൾട്രേറ്റഡ് ഡ്രഗ് എന്ന് പറയുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് കളറിലല്ലാതെ വരുന്ന ഡ്രഗ് അഡൾട്രേറ്റഡ് ആണ്. ഹാംഫുൾ ടോക്സിക് സബ്സ്റ്റൻസസ് ഡ്രഗിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആണ്. ഡോസ് റെഡ്യൂസ് ചെയ്യുന്ന പർപ്പസിനായി മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് പ്രൊഡക്റ്റിനകത്തോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് ആണ്. അപ്പോൾ മിസ് ബ്രാൻഡഡ് ഡ്രഗ്സിൻ്റെയും അഡൾട്രേറ്റഡ് ഡ്രഗ്സിൻ്റെയും ഡെഫിനിഷൻ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി സ്പ്യൂരിയസ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സ്പ്യൂരിയസ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ഡ്രഗ്. മറ്റൊരു ഡ്രഗിൻ്റെ പേരിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അത് സ്പ്യൂരിയസ് ഡ്രഗ് ആണ്. മറ്റൊരു ഡ്രഗ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ അതിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലാബിൽ ചെയ്യുകയോ കണ്ടെയ്നർ ഉണ്ടാക്കുകയോ പേര് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രഗ് സ്പ്യൂരിയസ് ആണ്. മുഴുവനായോ ഭാഗികമായോ മറ്റേതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്പ്യൂരിയസ് ആണ്. മറ്റൊരു മാനുഫാക്ചറിൻ്റെ പേരിൽ ഇല്ലാത്തൊരു കമ്പനിയുടെ പേരിലൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണ്, ഇല്ലാത്ത അല്ലെങ്കിൽ ഒറിജിനലി അല്ലാത്ത ഒരാളുടെ പേരിൽ, ഒരു വ്യക്തിയുടെ പേരിൽ, ഒരു കമ്പനിയുടെ പേരിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് ഡ്രഗ് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ മിസ് ബ്രാൻഡഡ് ഡ്രഗ്സും സ്പ്യൂരിയസ് ഡ്രഗും അഡൾട്രേറ്റഡ് ഡ്രഗും കണ്ടു കഴിഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് ഇത്. ഇനി നമ്മൾ നോക്കുന്നത് മിസ് ബ്രാൻഡഡ് ആൻഡ് സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് ആണ്. മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ കളർ വിച്ച് ഈസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ്, പ്രിസ്ക്രൈബ്ഡ് കളർ അല്ലാത്ത രീതിയിൽ വരുന്ന പ്രൊഡക്ട്സ് മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് ആണ്. പ്രിസ്ക്രൈബ്ഡ് മാനറിലല്ലാതെ ലാബിൽ ചെയ്തു വരുന്ന കോസ്മെറ്റിക്സ് മിസ് ബ്രാൻഡഡ് ആണ്. ലാബിലോ കണ്ടെയ്നറിലോ ഇനി ഈ കോസ്മെറ്റിക്സ് ഉള്ള കണ്ടെയ്നറിനകത്തോ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉള്ള ഡിവൈസസോ എന്തെങ്കിലും പേപ്പേഴ്സോ സ്റ്റേറ്റ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക് ആണ്. സ്പ്യൂരിയസ് കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു കോസ്മെറ്റിക്കിൻ്റെ പേരിൽ നമ്മളൊരു കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സ്പ്യൂരിയസ് ആണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കോസ്മെറ്റിക്സ് അതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിന് റിസംബ്ലൻസ് ആയിട്ടുള്ള രീതിയിൽ ലാബിൽ ചെയ്യുകയോ കണ്ടെയ്നർ ഉണ്ടാക്കുകയോ അതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരികയാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് കോസ്മെറ്റിക് ആണ്. ലാബലിനകത്തോ കണ്ടെയ്നറിനകത്തോ ഒറിജിനലി ഇല്ലാത്തൊരു കമ്പനിയുടെയോ മാനുഫാക്ചറിൻ്റെയോ പേര് ഉപയോഗിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനോ മാനുഫാക്ചർ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ഒറിജിനലി ഇല്ലാത്ത ഒരാളുടെ പേരിൽ അത് അയാളുടേതാണെന്ന വ്യാജേന നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരികയാണ്, ഒരു ഇമ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്പ്യൂരിയസ് കോസ്മെറ്റിക് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. അപ്പം ഇതാണ് സ്പ്യൂരിയസ് ആൻഡ് മിസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്.
ഓവർ ദ കൗണ്ടർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിസ്ക്രിപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കൺസ്യൂമറിന് ഡയറക്റ്റ് കൊടുക്കാൻ കഴിയുന്ന ഡ്രഗ്സിനെയാണ് ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗവൺമെൻറ് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അനുസരിച്ച് ഗവൺമെൻറ് അനലിസ്റ്റിനെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അണ്ടർ സെക്ഷൻ 20 പ്രകാരമാണ് ഗവൺമെൻറ് അനലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതേസമയം ആയുർവേദിക്, സിദ്ധ, യുനാനി സിസ്റ്റംസ് ഓഫ് മെഡിസിൻസിൻ്റെ കേസിലുള്ള ഗവൺമെൻറ് അനലിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അത്തരത്തിലുള്ള ഗവൺമെൻറ് അനലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെക്ഷൻ 33F അനുസരിച്ചാണ്. ഡ്രഗ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡ്രഗ് ഇൻസ്പെക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 21 അനുസരിച്ചാണ്. ഇനി അത് ആയുർവേദിക്, സിദ്ധ, യുനാനി സിസ്റ്റത്തിൻ്റെയൊക്കെ കേസിലുള്ള ഡ്രഗ് ഇൻസ്പെക്ടർ ആകുമ്പോൾ അണ്ടർ സെക്ഷൻ 33G അനുസരിച്ചാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡ്രഗ് ഇൻസ്പെക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് ഡ്രഗ് സ്റ്റോർ, കെമിസ്റ്റ്, ഡ്രഗിസ്റ്റ്, ഫാർമസി. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഡ്രഗ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലൈസൻസ്ഡ് പ്രിമൈസസ് ഫോർ ദ സെയിൽ ഓഫ് ഡ്രഗ് വിച്ച് ഡു നോട്ട് റിക്വയർ സർവീസ് ഓഫ് എ ക്വാളിഫൈഡ് പേഴ്സൺ and where the drugs are not compounded against prescription. കാര്യം വളരെ സിമ്പിളാണ്. ഇത് ഡ്രഗ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഡ്രഗ് സെയിൽ ചെയ്യുന്നതിനുള്ള ഒരു പ്രിമൈസ് ആണ്, നമുക്കറിയാവുന്നതാണ്. അവിടെ ഒരു ക്വാളിഫൈഡ് പേഴ്സൻ്റെ ആവശ്യമില്ല, അവിടെ ഡ്രഗ്സിൻ്റെ കോമ്പൗണ്ടിങ് നടക്കുന്നുമില്ല. അപ്പോൾ ഡ്രഗ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്രിമൈസസ് ഫോർ ദ സെയിൽ ഓഫ് ഡ്രഗ്സ്. ക്വാളിഫൈഡ് പേഴ്സണും വേണ്ട, കോമ്പൗണ്ടിങ്ങും നടക്കുന്നില്ല. കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈസൻസ്ഡ് പ്രിമൈസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഡ്രഗ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ്ഡ് പ്രിമൈസസ് ആണ്. അവിടെ ക്വാളിഫൈഡ് പേഴ്സൺ ആവശ്യമാണ്, പക്ഷേ കോമ്പൗണ്ടിങ് നടക്കുന്നില്ല. കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്വാളിഫൈഡ് പേഴ്സൻ്റെ ആവശ്യമുണ്ട് ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യാൻ, ഡ്രഗ്സ് സെയിൽ ചെയ്യാനൊക്കെ, പക്ഷേ കോമ്പൗണ്ടിങ് നടക്കുന്നില്ല. ഇറ്റ് ഈസ് എ ലൈസൻസ്ഡ് പ്രിമൈസസ് ഫോർ ദ സെയിൽ ഓഫ് ഡ്രഗ് വിച്ച് റിക്വയേഴ്സ് സർവീസസ് ഓഫ് എ ക്വാളിഫൈഡ് പേഴ്സൺ and where drugs are not compounded against prescription. Prescription against drugs compound ചെയ്യുന്നില്ല, പക്ഷേ ക്വാളിഫൈഡ് പേഴ്സൻ്റെ ആവശ്യമുണ്ട്, ഡ്രഗ്സിൻ്റെ സെയിൽ നടക്കുന്ന ഇടമാണ് കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ്. ഫാർമസി ആണെങ്കിലോ, ഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലൈസൻസ്ഡ് പ്രിമൈസ് ഫോർ ദ സെയിൽ ഓഫ് ഡ്രഗ് വിച്ച് റിക്വയേഴ്സ് സർവീസസ് ഓഫ് എ ക്വാളിഫൈഡ് പേഴ്സൺ ആൻഡ് വേർ ഡ്രഗ്സ് ആർ കോമ്പൗണ്ടഡ് അഗെയിൻസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. ആക്ച്വലി ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, എല്ലാം റെഡിമെയ്ഡ് ഫോർമുലേഷൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫാർമസിയിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിങ് ഒന്നും നടക്കുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഇറ്റ് ഈസ് എ ലൈസൻസ്ഡ് പ്രിമൈസസ് ഫോർ ദ സെയിൽ ഓഫ് ഡ്രഗ്സ് വിച്ച് റിക്വയേഴ്സ് സർവീസസ് ഓഫ് എ ക്വാളിഫൈഡ് പേഴ്സൺ ആൻഡ് വേർ ഡ്രഗ്സ് ആർ കോമ്പൗണ്ടഡ് അഗെയിൻസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രിമൈസ് ആണ്, ക്വാളിഫൈഡ് പേഴ്സൺ ആവശ്യമായിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? കോമ്പൗണ്ടിങ് ഓഫ് ഡ്രഗ്സ് നടക്കുന്നുമുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണ്. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് മീൻസ് എ പേഴ്സൺ ഹു ഈസ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ് സെക്ഷൻ 2 ഓഫ് ദ ഫാർമസി ആക്ട് 1948. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ 1948 നമ്മുടെ ഫാർമസി ആക്ട് അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺസിനെയാണ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് നിന്ന് ഇത്രയും ഡെഫിനിഷൻസൊക്കെയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിരുന്നു. എന്താണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, ഏത് വർഷമാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള അമെൻമെൻറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്, എപ്പോഴൊക്കെയാണ് അമെൻമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്, ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ഷെഡ്യൂൾസ് ഏതൊക്കെയാണ്, എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, ആക്ടിനകത്ത് എത്ര ഷെഡ്യൂൾസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, എത്ര പാർട്ട് ഉണ്ട്, റൂൾസിനകത്ത് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, ഏതൊക്കെയാണ് ഷെഡ്യൂൾസ് എന്നുള്ളതിൻ്റെ സ്പെസിഫിക് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് അവിടെ നോക്കി പഠിക്കുക.
പിന്നീട് നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആയിരുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇതിനോട് കൂടെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്കിനോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.